ഇന്നത്തെ യൂത്തിന് ചർച്ചിലുള്ള എൽഡേഴ്സിന് പ്രായമുള്ളവരെന്തില്ല, താല്പര്യമില്ല, ഇഷ്ടമില്ല. ഇനി പ്രായമുള്ളവരോട് ചോദിച്ചാൽ യൂത്തിന് അവർ അംഗീകരിക്കുന്നില്ല. അപ്പച്ചൻ പണ്ട് ചൂട്ട് കെട്ടി പള്ളിയിൽ പോയത് അല്ലെ, കിലോമീറ്റർ നടന്നു പോയത്, ഇപ്പോഴ് കാറിനകത്തിരുന്ന് പോകുന്ന കൊച്ചിന് അല്ലെ, എ സി ഇട്ട് പോകുന്ന കൊച്ചിന് ഇത് അറിയത്തില്ല. പക്ഷെ അത് നമ്മൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ജനറേഷൻ അത് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ പിള്ളേരെ ഫ്രണ്ടിൽ കിടന്നാണ് ഇവർ കമ്മറ്റി കൂടി അടികൂടും. ഇത് പറയുകയും ചെയ്യും, അവരുടെ ലൈഫിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന പുതിയ തലമുറയിൽ എത്തുന്ന സമയത്ത് പുതിയ തലമുറയുടെ മുന്നിൽ അവർ അടി ഉണ്ടാക്കി. പാസിന്റെ പ്രസംഗമാണ് കാറിലുള്ള സിസ്റ്റത്തിൽ ഞാൻ കിട്ടിയത്. ചിരിച്ച് അപ്പൊ ഈ അവിശ്വാസിയായിട്ടുള്ള പുള്ളി വണ്ടി ഇറങ്ങി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ഒരു കോമഡി ഷോ കണ്ട ഫീലുണ്ട്. പക്ഷെ ഇവര് അതിനും ബാക്കി കൊണ്ടുവരും. ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാത്തിനും ബാക്കിയുണ്ട്. ഒരു വാക്യമല്ല, ഒരു 4-5 വാക്യം എന്ത് ചെയ്യും പറയും, തെറ്റായി വ്യാഖ്യാനിച്ചു. ക്രിസ്ത്യൻ ഗാരേജ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഫെയ്ത്ത് മോർ ചാനലിലെ ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യൻ മേഖലയിലുള്ള പല വിഷയങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ ഒരു ടോക്ക് ഷോ ചെയ്യാനായിട്ട് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നത്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിനെ ക്രിസ്ത്യൻ ഗാരേജ് എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ക്രിസ്ത്യൻ മേഖലയിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സഭയിലൊക്കെ ആയാലും അതുപോലെ സഭയ്ക്ക് പുറത്തായാലും അനേകം പ്രശ്നങ്ങൾ നമ്മൾ നിലവിലുണ്ട്. പ്രശ്നങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ചില സംശയത്തോടെ ഇരിക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത്. ഞാനും ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് ചാനലൊക്കെ ഇതുപോലത്തെ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്, അത് ഒത്തിരി യുവജനങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്നുണ്ട്. പക്ഷെ അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ ആണെന്ന് തോന്നുന്നു, നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ. അതെ. അപ്പോൾ നമുക്ക് അങ്ങനൊരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത്. അതെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചകളിലൊക്കെയും യുവജനങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പല പെന്തക്കോസ്റ്റ് ചർച്ചകൾ നോക്കിയാലും പ്രായമായിട്ടുള്ള ആൾക്കാരാണ് എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, വെള്ളിയാഴ്ചയുള്ള ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ചയുള്ള മറ്റ് കാത്തിരിപ്പ് യോഗങ്ങളൊക്കെയും കൂടുതലും പ്രായമുള്ളവരാണ്. പക്ഷേ അവിടെയൊന്നും കുഞ്ഞുങ്ങളെയോ അതുപോലെ തന്നെ യുവജനങ്ങളെയൊന്നും കാണാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ ഈ സൺഡേ മീറ്റിങ്ങിൽ പോലും പലതും എന്താണ് സാധാരണ പറയുന്നത് പോലെ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചർച്ചയിൽ പോകാമെന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ പുതിയ തലമുറ. അതെ, അങ്ങനെ ചിന്തയാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ വില കൊടുത്ത് ഇന്ന ദിവസം നമ്മൾ ആരാധിക്കേണ്ട ദിവസമാണ്, ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണെന്നുള്ള ചിന്തയിലല്ല പലപ്പോഴും യുവജനങ്ങളായിരിക്കുന്നത്. ഇന്ന് ഒരു വലിയ അപകടം പിടിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളെ സാധാരണ സഭകളൊക്കെ പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ബോധേഡാകുന്നുണ്ട്. ഇന്ന പാർട്ടി വന്നാൽ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കയറി വന്നാൽ സഭയ്ക്കെതിരാകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഭയം വരുന്നുണ്ട്. സഭ മുമ്പിലേക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിനെക്കാട്ടി വലിയ എതിരുകളും പ്രശ്നങ്ങളൊക്കെ ഇന്നലകളിൽ വന്നപ്പോഴൊക്കെ ദൈവസഭ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവസഭ ചർച്ചുകൾക്കെതിരെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തലമുറകൾ നഷ്ടപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് യൂറോപ്പിലും മറ്റിടത്തും പലയിടത്തും പള്ളികൾ പൂട്ടി പോകുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തലമുറകളില്ല, യുവാക്കളില്ല. അല്ല, ഇന്നലകളിൽ അവിടുത്തെ യുവാക്കൾ വരാത്തത് കൊണ്ട് ഇന്ന് അവർ ചർച്ചകൾ പൂട്ടേണ്ടി വരും. അപ്പോൾ ഇനി നാളെ നമ്മൾ ഈ സാഹചര്യത്തിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സഭയിലും ഇതേ സെയിം സംഭവം അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ സഭകളും നാളുകളിൽ പൂട്ടിയിടുകയോ നാളുകളിൽ നമ്മുടെ പള്ളികളും വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഇത് വളരെ പ്രധാനമായിട്ട് നമ്മളിനി മറ്റൊന്നും നോക്കട്ടെ, സഭയ്ക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സഭകൾ, ശുശ്രൂഷകര്, അതേത് ചർച്ചുകളായാലും ഏത് ഡിനോമിനേഷൻ ആയാലും ഈ കാര്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ നിലപാടുകൾ സ്വീകരിച്ച് ആ കാര്യങ്ങളിലേക്ക് വരിക. ഒരു ദീർഘവീക്ഷണം ഉണ്ടാവണം. അത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു വീക്ഷണം ഇന്നേ ഉണ്ടാവണം. നമ്മൾ ഈ
സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ സൺഡേ സ്കൂൾ നാളത്തെ ചർച്ച എന്ന് പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ പറയുമെങ്കിൽ ഇന്ന് ഒരു ചർച്ചിലും അങ്ങനെ കാണാൻ ഇല്ല. ഇപ്പം ഈ പല ചർച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിള്ളേരെ ട്യൂഷനാണ് വിടുന്നത്. ഞായറാഴ്ച സഭാരാധനയ്ക്ക് പോലും വിടാതെ പിള്ളേരെ ട്യൂഷന് വിടുന്ന ആൾക്കാരുണ്ട്. വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതെ. പക്ഷേ നമ്മൾ പഴയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടല്ല പലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാണ് മുമ്പിലേക്ക് കയറി വരുന്നത്. വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ ദൈവത്തെ ആരാധിക്കാനുള്ള, നമ്മളിപ്പം എല്ലാ ദിവസവും പോകുന്നെന്ന് പറയുന്നില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറാണ് ഈ സഭയ്ക്കകത്തുള്ളത്. ഇതുപോലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ ആൾക്കാർ. ആ ടൈമിനാണ് ട്യൂഷന് പോകുന്നു അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നു, പിള്ളേർക്ക് അവിടെ പോകണം. അപ്പം നമ്മുടെ ആൾക്കാർ, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇന്ന് മനസ്സിലാക്കിയത്, പലരും പിള്ളേരെ ട്യൂഷന് വിടുന്നു, പള്ളി വിടുന്നില്ല, പല കളിക്കാൻ വിടുന്നു. പിന്നെ ഇവർ വഴിതെറ്റി പോയതിനു ശേഷം അയ്യോ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം, പ്രാർത്ഥന, കണ്ണുനീര്. പക്ഷേ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ബാലൻ തന്നെ നടപ്പ് അല്ലെ, അവന്റെ ആ ബാലനായിരിക്കുമ്പോ തന്നെ കറക്റ്റ് നടപ്പിലൂടെ കൊണ്ടുവന്ന അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, തെറ്റിപ്പോവില്ല. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പം ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം വഴിതെറ്റി ഡ്രഗിന് അഡിക്റ്റായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കുഴിക്കകത്ത് ചെന്ന് വീണതിന് ശേഷമാണ് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി, അപ്പോഴാണ് ചർച്ച വേണം, പ്രാർത്ഥന വേണം, പള്ളി വേണം. പക്ഷേ അങ്ങനെ കുഴിയിലേക്ക് വീണിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് കുഴിയിൽ വീഴാതെ ദൈവഭക്തി തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ഈ പലരും അയ്യോ അവരുടെ കൂട്ടുകെട്ട് മൂലമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ സാധാരണയായിട്ട് അതൊരു മാതാപിതാക്കളുടെ ടോക്കാണ്, അങ്ങനെ കൂട്ടുകെട്ട് മുഖാന്തരമാണ് പിള്ളേർ നശിച്ചു പോകുന്നത്. അതെ. പക്ഷെ നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, ഈ ശമൂവേൽ കൂട്ടുകാർ ഓഫ്നി ഫിനെഹാസ് എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്. അപ്പൊ അവരുടെ കൂടെയാണ് ആര് പാർത്തത്? ശമൂവേൽ പാർത്തത്. പക്ഷേ ശമൂവേൽ ആ പാപത്തിലേക്ക് എന്ത് ചെയ്തില്ല, പോയില്ല. കാരണം ദൈവഭക്തിയിലൂടെ വളർന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവഭക്തിയിലൂടെ തന്നെ ആ ഒരു കാര്യത്തിനകത്ത് നമ്മുടെ സഭ അല്ലെങ്കിൽ വിശ്വാസികൾ അതിന് വലിയ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ പിള്ളേർ തന്നെ അല്ലെങ്കിൽ യൗവനക്കാർ തന്നെ സഭയ്ക്കകത്തോട്ട് വരാത്ത തന്നെ പല കാര്യങ്ങളുണ്ട്. ഒന്ന് സഭകൾക്കകത്തുള്ള രാഷ്ട്രീയം ഉണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയം, പ്രത്യേകിച്ച് നമ്മുടെ ഈ സംഘടനകൾക്ക് രാഷ്ട്രീയം വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ വേർപെട്ടവരെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ അകത്തും പലതരത്തിലുള്ള ചിന്തകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള ജാതി ചിന്ത, വർഗീയ ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ ഇന്നും സഭയ്ക്കകത്തുണ്ട്. നിറത്തിന്റെ പേരിൽ പോലും ചിലപ്പോൾ അതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതുകൊണ്ടും സഭകളിൽ നിന്നും തലമുറകൾ എന്ത് ചെയ്യുകയാണ്, അവഗണിക്കുകയാണ് അല്ലെ. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം മാതൃകയില്ലാത്തതാണ് അല്ലേ. കാരണം പ്രസംഗിക്കുന്നത് പോലെ എന്ത് ചെയ്തില്ല, ജീവിക്കുന്നില്ല. അപ്പൊ ഇവര് ഒരു ഞായറാഴ്ചയൊക്കെ വലിയ ശക്തമായിട്ടുള്ള പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പക്ഷേ ബാക്കിയുള്ള ദിവസം നോക്കിയപ്പോൾ ഇവരുടെ ജീവിതത്തിനകത്ത് അത് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോഴാണ് പലപ്പോഴും പിള്ളേർ പലവരും എന്ത് ചെയ്യുന്നത്, പിന്മാറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സ് മടിച്ച് പുതിയ തലമുറ ഇതൊക്കെ കണ്ട് അവർക്ക് ഇനി എന്തിന് ദൈവത്തെ ആരാധിക്കുന്നു, നമുക്ക് മാതൃകയായി നിൽക്കേണ്ടവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, മാതൃകയില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ മനസ്സ് മടിച്ച് തന്നെയാണ് ഒരു പരിധി വരെ പുറകിലോട്ട് പോകുന്നവരുണ്ട്. പിന്നെ തന്നെ നമ്മുടെ സഭകളിൽ തന്നെ ഗ്രൂപ്പിസങ്ങളുണ്ട്. സഭകൾക്കകത്തുള്ള ഉള്ളിലെ ഗ്രൂപ്പിസങ്ങൾ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ചവിട്ടി താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ ഔഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള എന്ത് പേരിലും ആവാം, ജാതിയുടെ പേരിലായിരിക്കാം, മറ്റേപോലെ തന്നെ ഏത് സാമ്പത്തികമായിട്ടുള്ള അതിന്റെ പേരിലായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് സാമ്പത്തികമായ വിഷയങ്ങളിലാണ് സഭകൾക്കകത്ത് ചേരിതിരിവുള്ളത്. നമ്മൾ പല സഭകൾക്കകത്തുള്ള പ്രശ്നമാണ് സമ്പത്തുള്ളവരൊരു ഗ്രൂപ്പും ഇല്ലാത്തവര് ഒരു ഗ്രൂപ്പും. അത് പല ചർച്ചകൾക്കകത്തുള്ളതാണ് അല്ലേ. പക്ഷെ ഇതെല്ലാം തരുന്നത് ദൈവമാണെന്ന് നമ്മുടെ ആൾക്കാർ മറക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ അവഗണിക്കപ്പെടുന്നവർ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഇപ്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ തലമുറകളൊക്കെ ഇച്ചി പുറകിലോട്ട് പോയാലോ പിന്മാറ്റത്തിൽ പോയാലോ അവരുടെ പുറകെ പോകാൻ ആരുമില്ല. തീർച്ചയായിട്ടും അവരുടെ പുറകെ പോകാനോ അവരെ വിളിക്കാനോ അവരെ കരുതാനോ
അറിയാനോ ആരുമില്ല. അതെ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആരുമില്ല. അതാണ്. അതേസമയം അല്ലാത്തവരാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെ പുറകെ പോകാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചേരിതിരിവുകളും വർഗീയതകളൊക്കെ സഭകൾക്കകത്തുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ പറയുമ്പം നമ്മൾ വേർപെട്ട ആൾക്കാരൊക്കെയാണ്, നമ്മളെല്ലാം ഒന്നാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ് അല്ലേ, ഇല്ല കത്രമേശയ്ക്കകത്ത് അപ്പം എടുത്തു വെച്ചല്ലേ നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് എന്തുണ്ട്, നമുക്ക് വേർതിരിവുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും തലമുറകൾ എന്ത് ചെയ്യുന്നത്, നശിച്ചു പോകുന്നത്, തലമുറകൾ പിന്മാറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഞാൻ തന്നെ പല യുവാക്കളുടെ ഇടയിലും പോയി ഇതുപോലെ പിന്മാറ്റത്തിൽ പോയ പല യൗവനക്കാരുടെ അടുത്തും ഡയറക്റ്റായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളാണ് അല്ലേ. ഞാൻ തന്നെ പിന്മാറ്റത്തിൽ വന്ന പലരെയും ഞാൻ തിരികെ കൊണ്ടുപോയി വന്നിട്ടുണ്ട്. പക്ഷെ വരാൻ പറ്റാത്തവരും ഉണ്ട് അല്ലേ. അപ്പം ഇതിന് ഞാൻ പലരുടെയും അവരുടെ ഹൃദയത്തിലുണ്ടായ മുറിവുകളും, തീർച്ചയായിട്ടും ഞാനത് ആ വാക്ക് ഞാൻ പറയാനായിട്ട് തുടങ്ങിയായിരുന്നു. മുറിവുകളാണ് പലപ്പോഴും പലരോടും സംസാരിച്ചിട്ടുള്ളപ്പോഴും അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായ മുറിവ്. പലരും സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന നല്ല ശക്തിയോടും കൂടെ നിന്നവരാണ്. പക്ഷേ ഇതുപോലുള്ള ചില കാരണങ്ങൾ മുഖാന്തരം അവരുടെ ജീവിതത്തിൽ വന്ന മുറിവുകളാണ് അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതെ, ഈ മുറിവുകൾ വരുമ്പോൾ തന്നെ അത് അപ്പോഴും ചികിത്സിച്ചാൽ അല്ലെങ്കിൽ അപ്പോഴും അതിനകത്ത് എന്തെങ്കിലും നമ്മളൊരു പരിഹാരം കണ്ടാൽ പിന്നത്തെ പെട്ടെന്ന് അതിലൊരു ഹീലിംഗ് ഉണ്ടാവും. പക്ഷേ ഈ ഹൃദയത്തിലുണ്ടാവുന്ന മുറിവുകൾ നമ്മൾ പിന്നെ അവർ വീണ്ടും അവോയ്ഡ് ചെയ്ത് തുടങ്ങിപ്പോൾ ഇത് ആ മുറിവ് വലുതായി 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 ഇവരൊരു വലിയ രോഗിയായിട്ട്, മാനസികമായിട്ട് ഒരു രോഗിയായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്, മാറുകയാണ്. പിന്നെ അവരൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവില്ല ആരെയും, സഭയിൽ വരുവാനോ പ്രാർത്ഥിക്കാനോ. പിന്നെ ഓപ്പോസിറ്റ് ആവും. അതെ, എഗെയിൻസ്റ്റ്, സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. അതെ അതെ ഞാൻ അത് നമ്മുടെ 3, 4 തലമുറയിൽ വന്ന പല പിള്ളേരും ഇന്ന് ദൈവദാസന്മാർക്കെതിരെയും സഭയ്ക്കെതിരെയും സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇടുന്ന ഒത്തിരി പേര് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഉടായിപ്പാണ്, ഇതൊക്കെ തട്ടിപ്പാണ്. അവര് പറയുന്ന പലരും 5, 3, 4 തലമുറ പാരമ്പര്യമാണ് അവരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അടുത്ത് നമ്മൾ കാണപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാരമ്പര്യമായിട്ട്. ഇപ്പം ഞാനും എൻ്റെ അപ്പനും അമ്മയും പെന്തക്കോസുകാരായിരുന്നു, അതുകൊണ്ട് ഈ നമ്മൾ സാധാരണ പറയും പെറ്റിട്ടതേ പെന്തക്കോസിനകത്താണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നതിനകത്തുള്ള ഒരു പ്രശ്നം, ഇതിനകത്ത് പലരും വ്യക്തിപരമായിട്ട് പിള്ളേരെ ആരെ കാണുന്നില്ല, യേശുവിനെ കാണുന്നില്ല. അപ്പൊ അപ്പനും അമ്മയും കൊണ്ടുവന്ന് അതിനെ ഫോളോ ചെയ്ത് അവർക്ക് അനുഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ അപ്പനും അമ്മയും തല്ലൊക്കെ കൊടുത്ത് വഴക്കൊക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുന്ന പ്രായം വരെ അവരെന്ത് ചെയ്യും, കൊണ്ടുവരും. ഈ പ്രായം കഴിഞ്ഞ് എവരുടെ ഒരു ഇച്ചിരി തലയൊക്കെ എടുത്ത് വരുമ്പോ ഇവര് പിന്നെ എന്ത് ചെയ്യത്തില്ല, സഭകളിലേക്ക് എന്ത് ചെയ്യത്തില്ല, കാരണം അനുഭവമില്ല, അതുകൊണ്ടാണ് വരത്തില്ല. അതെ, അതൊരു പ്രധാന കാരണമാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലീഡർഷിപ്പിലോട്ടും നമ്മൾ നല്ല ശുശ്രൂഷകരെ എന്ത് ചെയ്യുന്നില്ല, അടുത്തൊരു തലമുറയിൽ ശുശ്രൂഷകരെ വാർത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് തിമത്തിയോസിന് എന്ത് ചെയ്തു, വാർത്തെടുത്തു അല്ലെ. തിമത്തിയോസ് അല്ലെ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ തിമത്തിയോസ് പുള്ളിയുടെ മോനല്ല, പുള്ളിയുടെ കുടുംബക്കാരനല്ല. ഒരു ശുശ്രൂഷയിൽ വന്നു. പുള്ളി ദൈവിക നിയോഗം കിട്ടിയപ്പോൾ തിമത്തിയോസിനെ പുള്ളി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് അവനെ ഒരുക്കിയെടുത്തു. അതേസമയം ഇന്ന് ആ ഒരു പ്രവണത നഷ്ടപ്പെട്ടു അല്ലെ. നമുക്ക് ഇന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, പാസ്റ്റർമാരുണ്ടെങ്കിൽ പാസ്റ്റർമാരുടെ മക്കളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ വേണമെങ്കിൽ പാസ്റ്റർ ആക്കാം. പക്ഷെ പുറത്തോട്ട് സപ്പോർട്ട് ചെയ്യാൻ അതെ വിളിയുള്ള തലമുറകളൊക്കെ. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ അപ്പൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ, ഞാൻ 2012 ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള പാസ്റ്ററുണ്ട്, എൻ്റെ അടുത്തുള്ള. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ ബൈബിൾ കോളേജിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ അത് പോവുകയാണ്. അപ്പോൾ പുള്ളി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിന്റെ അപ്പം ലേവിയനല്ലല്ലോ, ലേവിയൻ്റെ മക്കളാണ് ലേവിയെ പണി ചെയ്യാൻ ബൈബിളിൽ എന്ത് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ലേവിയൻ്റെ മക്കൾക്ക് മാത്രമേ ലേവിയൻ ആവാവൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ പുതിയ നിയമസഭയ്ക്കൊക്കെ അങ്ങനെ ഇല്ല അല്ലേ. കാരണം തിമത്തിയോസിന്റെ അപ്പൻ പാസ്റ്ററല്ലേ അല്ലേ, തിമത്തിയോസിനെ വിളിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴയ നിയമത്തിലെ കാര്യങ്ങൾ, ചില വാക്യങ്ങളൊക്കെ എടുത്ത് അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് ദൈവകൃപയുള്ള അല്ലെങ്കിൽ ദൈവിക നിയോഗമുള്ള പലരെയും വിളിയുള്ള വിളിയുള്ളവരെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഒതുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ അവരുടെ മനസ്സങ്ങ് മടിച്ച്
അവഗണനകളൊക്കെ നേരിടുമ്പോൾ അവരൊക്കെ പലരും പിറകിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ അത് നമ്മളൊരു രഹസ്യമാണ്, അത് പരസ്യമാക്കി പറഞ്ഞുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് ആരും എത്തിയുന്നില്ല, തലയിടുന്നില്ല. കാരണം ബാക്കിയുള്ള വിഷയങ്ങൾ നോക്കാനേ അല്ലേ, നേതൃത്വത്തിന് എല്ലാ നേതൃത്വവും രാഷ്ട്രീയവും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനേ സമയമില്ല. അതുകൊണ്ട് ഇനി പിള്ളേരുടെ കാര്യം നോക്കാൻ ആർക്കും സമയമില്ല അല്ലേ. പക്ഷെ അങ്ങനെ നമ്മൾ പോകുകയാണെങ്കിൽ 30 വർഷം കഴിഞ്ഞ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ഇപ്പൊ തന്നെ നോക്കിയാലും നമ്മൾ പല സഭകളിലും യുവാക്കളുടെ എണ്ണം, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവരുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതലും പ്രായമായവരെ, മധ്യവയസ്സിൽ നിന്ന് മേളിലോട്ടുള്ളവരാണ് കൂടുതലും സഭകളിലെ വിശ്വാസികളായിരിക്കുന്നത്. അപ്പൊ നാളത്തെ ഒരു തലമുറ എന്തായിത്തീരും, അല്ലെങ്കിൽ നാളത്തെ ഈ ചർച്ചകളുടെ ഭാവി എന്തായിത്തീരും എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ആശങ്കപ്പെടേണ്ട കാര്യമാണ്. കാര്യം എന്നാൽ യുവജനം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ സൺഡേ സ്കൂളാണ് നാളത്തെ സഭയെന്ന് പറയുന്നത് പോലെ, ഇന്ന് യുവജനങ്ങളില്ല എങ്കിൽ നാളെ ആര് ഈ സഭയിൽ വിശ്വാസികളായിട്ടിരിക്കും, അല്ലെങ്കിൽ ആരാണ് ഇവിടെ സഭയിൽ ഉണ്ടായിരിക്കുന്നത്, ആരാണ് ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്? അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ ആൾക്കാർ ഇന്നത്തെ കാര്യമാണ് നോക്കുന്നത്. ഇന്ന് ബിൽഡിംഗ് വെക്കണം, ഇന്ന് കെട്ടിടം വെക്കണം, ഇന്ന് സ്ഥലം വാങ്ങണം. പക്ഷെ അതിനകത്ത് ഇരിക്കാൻ നാളെ ആള് വേണമെന്നുള്ള കാര്യത്തിലോട്ട് ചിന്ത പോവാത്തതാണ് ഏറ്റവും വിഷയം. അതായത് ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ അല്ല നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി നമ്മൾ കരുതുക എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല. അത് ഈ വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. കാരണം ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളില്ലാത്തത് കൊണ്ട് ഭാവി ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം, പ്രസന്റ് കണ്ടീഷൻ മാത്രം നോക്കി പോകുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മുടെ ചില ആൾക്കാരുണ്ട്, നമുക്ക് ബിൽഡിംഗ് ആവശ്യമാണ്, സ്ഥലം ആവശ്യമാണ്, പ്രോപ്പർട്ടി ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ നാളെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടിട്ട് ഇതിനകത്ത് ഇരിക്കാൻ ആളില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ. ഇതാണ് ഇന്ന് യൂറോപ്പിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ കാലഘട്ടത്തിലും പല വലിയ സഭകളിനകത്തും വലിയ ബിൽഡിംഗ് ഉണ്ട്, പാഴ്സണേജ് ഉണ്ട്, 2 നില ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ ആളില്ല. എത്ര സഭകളാണ് വലിയ വലിയ ബിൽഡിംഗിൽ. അതായത് ഒരു കാലത്ത് ഏകദേശം 1000 പേരും 500 പേരും ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന എത്രയോ സഭകൾ നമുക്ക് കാണാൻ കഴിയും. എത്ര സഭകൾ വളരെ ശൂന്യാവസ്ഥയിലായിരിക്കുന്നു, മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഇന്നത്തെ ഒരു കണ്ടീഷനിലുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തില്. അത് പിന്നെ നമ്മുടെ ഈ ചർച്ചകൾക്കകത്ത് നമ്മൾ ഈ പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് യോശുവയുടെ കാലഘട്ടം അല്ലേ. അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്, ബോണ്ടിങ് ആണ്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ യൂത്തിന് ചർച്ചിലുള്ള എൽഡേഴ്സിന് പ്രായമുള്ളവരെന്തില്ല, താല്പര്യമില്ല, ഇഷ്ടമില്ല. ഇനി പ്രായമുള്ളവരോട് ചോദിച്ചാൽ യൂത്തിന് അവരെ അംഗീകരിക്കുന്നില്ല, അല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം പ്രായമുള്ളവരുടെ യൂത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവരൊരു നല്ല അഭിപ്രായം പറയൂല, ഇല്ലേ. അവരെ എത്ര മോശമായിട്ട് പറയാൻ പറ്റും അത്രയും മോശമായിട്ട് പറയുള്ളൂ. അതേസമയം യൗവനക്കാരുടെ അടുത്ത് പോയി പ്രായമുള്ളവർ ചോദിച്ചാൽ അവർക്ക് ഒരു ബഹുമാനമില്ല, അല്ലെ. പ്രായമുള്ളവരെ കുറിച്ച് ഈ സാമൂഹ്യമായ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു 2000-ന് ശേഷമാണ് നമ്മുടെ ഭൂമിയിലെ ടോട്ടലായിട്ടുള്ള ഒരു ഈ ടെക്നോളജിയിലെ വ്യത്യാസം വന്നത്, നമ്മുടെ മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം വന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള മെന്റാലിറ്റിയും അതുപോലെ തന്നെ അതിനു മുമ്പ് ഉള്ള വ്യക്തികൾക്ക് വേറെ തരത്തിലുള്ള മെന്റാലിറ്റി ആയതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ജനറേഷൻ ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു ഭാഗം വരെ ശരിയാണ്. പ്രത്യേകിച്ച് ഈ മീഡിയയുടെയൊക്കെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. എങ്കിൽ പോലും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ, ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോണ്ട് ആവശ്യമാണ്, അല്ലേ. പിതാക്കന്മാർ, അല്ലേ. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രായമുള്ളവർ ഇവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അടുത്ത ജനറേഷൻ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ചിലർക്ക് ഒന്നാമത്തെ വിഷയം, ചിലർ ഈ ഇൻഫ്യൂരിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അയ്യോ ഇനി ഇവര് നമ്മളെ കടി വളർന്നു പോകുമോ, നമ്മുടെ സ്ഥാനം പോകുമോ എന്നൊക്കെയുള്ള. ഈ നമ്മുടെ കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ അത് ഇനി സഭകൾക്കകത്തുള്ള ഒരു പ്രശ്നമാണ്. കസേര കിട്ടിയ
കസേരയിൽ നിന്ന് മാറാനുള്ള താല്പര്യം ആർക്കും അല്ലേ? അത് കസേരക്കെതിരെ എത്ര പ്രസംഗിച്ചാലും ഘോര കസേരക്കളിക്കെതിരെ പ്രസംഗിക്കുന്നവർക്ക് തന്നെ അവർക്ക് ഒരു കസേര കിട്ടിയാൽ അവരാ കസേരയിൽ നിന്ന് എന്ത് ചെയ്യൂല, അവർ ഇറങ്ങത്തില്ല അല്ലേ? എത്ര അല്ലെ ഭരിച്ച് എല്ലാം നശിപ്പിച്ചാലും അവരെന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. അപ്പോൾ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ അവർക്കൊരു ഇൻഫ്യൂരിറ്റിയാണ്. അല്ല, നമ്മൾ ഈ ശൗലിന് ഈ ഇൻഫ്യൂരിറ്റി ഉണ്ടായിരുന്നു ദാവീദിൻ്റെ അടുത്ത്. കാരണം ദാവീദ് കയറി വന്നാൽ പുള്ളിയുടെ വില പോകുമെന്നുള്ള ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദിനെ കൊല്ലാൻ വേണ്ടി പുള്ളി കുന്തോക്ക് വാരി. അപ്പോൾ ഈ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് നമ്മുടെ അകത്തുള്ള പല ആൾക്കാർക്കും, നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവർ, ഈ വലിയ പൊസിഷനുകളുള്ള കസേരയുള്ളവർ, ഇവർക്കൊക്കെ ഇൻഫ്യൂരിറ്റി ഉണ്ട്. അടുത്തൊരു ജനറേഷൻ കയറി വന്നാൽ നമ്മുടെ വില പോകുമോ, പൊസിഷൻ പോകുമോ എന്നുള്ള അതെ ഭയമുണ്ട്. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ ഈ യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്കറിയത്തില്ല, അവരെപ്പോഴും പ്രതികരിക്കുന്ന ആൾക്കാരാണ്. എല്ലാത്തിനും എന്ത് ചെയ്യുന്നതാണ്, പ്രതികരിക്കുന്ന. അതെ, അതാണ്. അപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു മണ്ടത്തനം കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരാണ് യൗവനക്കാർ. കാരണം അവർക്ക് അതൊന്നും വിഷയമല്ല. അപ്പോൾ ഈ നേതൃത്വ നിരയിലിരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന മണ്ടത്തനങ്ങൾ അല്ലേ, അപ്പോൾ അവരുടെ പ്രായത്തിലുള്ളവർ മിണ്ടാതിരുന്നാലും യൗവനക്കാർ ചിലപ്പോൾ ഇതിനൊക്കെ നേരെ എന്ത് ചെയ്യും, പ്രതികരിക്കും. അത് യൗവനക്കാരെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മനുഷ്യർക്ക് സാധാരണഗതിയിൽ ഉള്ള ഒരു എന്താണ്, അവരുടെ ഒരു അറിവ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, അതായത് സാമൂഹികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ നേതൃത്വങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഉപദേശത്തിലല്ല, അല്ലാതെ രീതികൾക്ക് ഒരു മാറ്റം അതിലുണ്ടാവണം. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ യുവജനങ്ങളൊക്കെ അതിന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതെ. അപ്പൊ അവിടെയാണ് പലപ്പോഴും വിള്ളലുകൾ എന്ത് ചെയ്യുന്നത്, ഈ ബോണ്ടിനകത്തുണ്ടാവുന്ന വിള്ളലുകൾ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാകുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് പണ്ട് ഇവരുടെ ഇവർ വിശ്വാസ ജീവിതത്തിൽ വന്നതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം, കട്ടപ്പാടിലൂടെ ആയിരിക്കാം അല്ലേ. അപ്പോൾ അവർ ത്യാഗങ്ങൾ സഹിച്ചാണ് വന്നത്. പക്ഷെ ഇവർ സഹിച്ച ത്യാഗം ഇപ്പോഴുള്ള പിള്ളേർക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അപ്പച്ചൻ പണ്ട് ചൂട്ട് കെട്ടി പള്ളിയിൽ പോയത് അല്ലെ, കിലോമീറ്റർ നടന്നു പോയത്, ഇപ്പോഴ് കാറിനകത്തിരുന്ന് പോകുന്ന കൊച്ചിന് അല്ലെ, AC ഇട്ട് പോകുന്ന കൊച്ചിന് ഇതറിയത്തില്ല അല്ലേ. അപ്പോൾ അതൊരു വലിയ വിഷയമാണ് അല്ലെ. ഇവർ ഇന്നലകളിൽ ദൈവസഭയ്ക്ക് വേണ്ടി അല്ലെ ചെയ്തത് ഇന്നുള്ള തലമുറകൾക്ക് അറിയത്തില്ല. അവർക്ക് അതിന്റെ വാല്യൂ എന്തെന്ന് അറിയത്തില്ല. അത് ഇതിനകത്തുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അത് നമ്മൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ജനറേഷൻ അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോഴേ ഇവരെ കുറിച്ചൊരു നല്ല മതിപ്പ് ഇവർക്ക് എന്ത് ഉണ്ടാവത്തുള്ളൂ അല്ലെ. കഴിഞ്ഞു വന്ന വഴികളെ കുറിച്ച് മനസ്സിലാക്കണം. ഇത്ര ഈസി ആയിരുന്നില്ല പഴയ കാലത്തെ അവരുടെ ജീവിതം, ഇത്ര ഈസി ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതെ. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ പിള്ളേരെ ഫ്രണ്ടിൽ കിടന്നാണ് ഇവർ കമ്മിറ്റി കൂടി അടികൂടുന്നത്. ഇത് പറയുകയും ചെയ്യും, അവരുടെ വന്ന ലൈഫിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന പുതിയ തലമുറയിൽ എത്തുന്ന സമയത്ത് പുതിയ തലമുറയുടെ മുന്നിൽ അവർ അടി ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പോ ഇത് പിള്ളേരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവരുടെ സാക്ഷിയാണ് നഷ്ടപ്പെടുകയാണ്. അല്ലേ, അതുവരെ പറയുന്ന അവരുടെ നടന്ന സംഭവങ്ങൾ തന്നെ ആയിരിക്കാം. എങ്കിലും അവിടെ വരുമ്പോ എന്ത് ചെയ്യുന്നു, പുതിയ ഒരു തലമുറയുടെ മുന്നിൽ വെച്ച് ഇവരെന്ത് ചെയ്യുന്നു, സാക്ഷി നഷ്ടപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സഭ എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ നമുക്ക് കാണാൻ പറ്റണം അല്ലേ. അപ്പം എൻ്റെ വീട്ടില് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരാളുടെ ജീവിതത്തിൽ വന്നോന്ന് വെച്ചോ, ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അല്ലേ, ഞാനത് പള്ളിയിൽ ചെന്ന് 10 വിശ്വാസികളെ വിളിച്ച് അറിഞ്ഞ വേണ്ട ഇന്ന് സംഭവിച്ചു കേട്ടോ, ഞാൻ പറയില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടത്തില്ല. അതേസമയം നമ്മുടെ ആൾക്കാർ സഭയ്ക്കകത്ത് ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും, അത് ചിലപ്പോൾ ഉള്ളതോ ആകാം ഇല്ലാത്തതോ ആകാം, ഇനി ഏതെങ്കിലും അപവാദമായിരിക്കാം, ഇല്ലാത്ത കാര്യമായിരിക്കാം. പക്ഷെ ഇതറിഞ്ഞ 10 വിശ്വാസികളോട് പറഞ്ഞില്ലെങ്കിൽ, പാസ്റ്റർ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതെ. അതേസമയം നമ്മുടെ വീട്ടിലകത്തുള്ളതാണെങ്കിൽ നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ദൈവസഭ ഇനി എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ എല്ലാ പേരും പൂർണ്ണമായിട്ട് തികവുള്ളവരൊന്നുമല്ല, ബലഹീനരാണ്. പ്രത്യേകിച്ച് യൗവനക്കാരാകുമ്പോൾ ഒത്തിരി ബലഹീനതകൾ വന്നേക്കാം, ജീവിതത്തിൽ വീഴ്ചകൾ വന്നേക്കാം അല്ലേ. ഇപ്പം നമ്മൾ ഈ
ഏറ്റവും കൂടുതൽ നമ്മുടെ സഭകൾക്കകത്ത് പ്രസംഗിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചില ചർച്ചകളിലൊക്കെ യേശുവിനെക്കാട്ടി കൂടുതൽ പറയുന്ന ദാവീദിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. അത് ഞാൻ ഒരു മാസം മുമ്പ് ഞാനിത് ചിന്തിച്ചൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചർച്ചയിൽ ഞാൻ ഈ സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. മനസ്സിലായില്ല? ആ ഒരു ചർച്ചയാണ് കൂടുതൽ നടക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ തന്നെയാണ്, എങ്കിലും അതിൽ കൂടെ നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതെ. പക്ഷേ അവിടുത്തെ ഒരു സംഭവം, ദാവീദ് ചെയ്ത സംഭവം നമ്മൾ ചെയ്താല് നമ്മൾ അംഗീകരിക്കും. രണ്ട് രീതിയാണ് അല്ലേ? ദാവീദ് ചെയ്തത് നമ്മൾ അംഗീകരിക്കാം, പക്ഷെ ദാവീദിനെ എല്ലാവരും അംഗീകരിക്കും. അതെ, തീർച്ചയായിട്ടും. അല്ലേ? അപ്പോ പക്ഷെ ദാവീദ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും വീണ്ടും ദൈവം ദാവീദിനെ അംഗീകരിച്ചു. അല്ലേ? ദൈവം ദാവീദിനെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് അതിനുശേഷം പാപം ചെയ്തതിന് ശേഷം വീണതിന് ശേഷം വീണ്ടും, അല്ലേ, ദാവീദ് എഴുതിയ സങ്കീർത്തന ബൈബിളിനകത്തുണ്ട്. അത് ദൈവം ദാവീദിനെ അംഗീകരിച്ചു. പക്ഷേ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ഒരാൾക്ക് ഒരു കുറവ് വന്ന ഒരു വീഴ്ച വന്നാൽ പിന്നെ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാലും അവനെ അംഗീകരിക്കില്ല. അവനെ പഴയ കണ്ണി മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. അത് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും മുറിവുകളായിട്ട് അവൻ വീണ്ടും പിന്മാറ്റത്തിലോട്ട് പോകുന്നതല്ലാതെ, അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഐഡിയ ചെയ്തില്ല. അതേസമയം അതേ വിഷയം നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും ഒരിക്കലും പുറത്തറിയത്തില്ല, ഒരു മനുഷ്യൻ അറിയത്തില്ല, അല്ലേ? അപ്പം നമ്മൾ മാക്സിമം കെയർ ചെയ്യും. അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരും നമ്മുടെ കുടുംബം പോലെ നമ്മൾ കാണാൻ തുടങ്ങിയാലോ? അതെ, തീർച്ചയായിട്ടും. അല്ലേ? നമ്മൾ കുടുംബം പോലെ കാണാൻ തുടങ്ങിയാൽ ഈ വിഷയത്തിനകത്തൊരു വലിയ പരിഹാരം നമ്മൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾക്ക് പൂർണ്ണമായൊരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതെ. അതെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മക്കള്, അല്ലേ, അവരെയും നമ്മളെ മക്കളെ പോലെ നമ്മൾ കാണാൻ തുടങ്ങണം. അല്ലേ? അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ചില ആൾക്കാർ പിള്ളേരെന്തെങ്കിലും ചെയ്താൽ അതിനെ അങ്ങ് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലേ? പിള്ളേരൊരു പാട്ട് പാടുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്, അതിന് കുറ്റം പറയുന്നവരുണ്ട്. അല്ലേ? അപ്പം പിള്ളേരെന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്. അല്ലേ? അപ്പം വചനവിരുദ്ധമായിട്ടുള്ളതിന് നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ വിമർശിക്കുക തന്നെ വേണം, വചനവിരുദ്ധമായിട്ടുള്ളത്. പക്ഷേ വചനവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ, അല്ലേ, ദൈവവചനത്തിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ദൈവവചനത്തിന് അടിസ്ഥാനമുള്ള കാര്യങ്ങൾ, അല്ലേ? ഇപ്പം നമ്മൾ തന്നെ VBS തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. VBS പാവമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലേ? യൂത്ത് മീറ്റിംഗ് വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ തന്നെ നമ്മുടെ തന്നെ ഇവിടെ അടുത്തൊരു ചർച്ചിൽ അവർ പള്ളിക്കകത്ത് വെച്ച് യൂത്ത് മീറ്റിംഗ് നടത്തത്തില്ല, യൂത്ത് മീറ്റിംഗ് വെളിയിൽ വെച്ച് നടത്തുള്ളൂ. അപ്പോൾ പള്ളിക്കകത്ത് വെച്ച് പാവമാണ്. സൺഡേ സ്കൂളും യൂത്ത് മീറ്റിങ്ങും വെളിയിലൊരു ചെറിയ റൂമുണ്ട്, അവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രവണതകളുണ്ട്. ശരി, അല്ലേ? ചർച്ചിനകത്ത് വെച്ച് നടത്താൻ പാടില്ല, അല്ലേ? അപ്പം ഇതൊരു, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ സത്യത്തിൽ പിള്ളേരോടും യൗവനക്കാരോടും കാണിക്കുന്ന അവഗണനയാണ്, അല്ലേ? അങ്ങനെ നമ്മൾ കാണിക്കും തോറും ഇവര് സഭയിൽ നിന്ന് അകന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ചർച്ചിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, 2 വയസ്സുള്ളവർ, 3 വയസ്സുള്ളവർ, 5 വയസ്സുള്ള പിള്ളേർ, 6 വയസ്സുള്ളവർ. നമ്മളൊക്കെ നുള്ളൊക്കെ കൊടുത്ത് അടിയൊക്കെ കൊടുത്ത് ഈ പിള്ളേരെ പിടിച്ച് എന്ത് ചെയ്യുകയാണ്, കിഴുക്കൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചു, ഈ പിള്ളേർക്ക് ഇത് വല്ലതും മനസ്സിലാവും? ഈ നമ്മുടെ വലിയ ആൾക്കാർക്ക് പോലും ഇതെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവത്തില്ല. ഈ പിള്ളേര് അതുകൊണ്ട് ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന പിള്ളേരെ ഞോണ്ടും, ഇവർ പേപ്പർ കീറി വല്ലതും എഴുതും, അല്ലേ? ഇവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. കാരണം ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത് അവർ ഇച്ചിരി ഹൈപ്പറായിട്ടുള്ള പിള്ളേരാണ്. അതുമാത്രം ഇന്നത്തെ പുതിയ തരം ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അറിയുന്ന 3-4 സഭകളിൽ ഇപ്പോൾ കിഡ്സ് ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. അതൊരു നല്ല ആശയം. ആ മെയിൻ സർവീസ് നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പോർഷൻ, ഫസ്റ്റത്തെ ഒരു വർഷിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അടുത്ത മെസ്സേജിലോട്ട് കടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്ന കിഡ്സിന് വേണ്ടിയിട്ട് അടുത്തൊരു സെക്ഷന് വേറെ സ്ഥലത്തായിട്ട് അടുത്തൊരു റൂമിലോ അല്ലെങ്കിൽ അടുത്തൊരു ഹാളിലായിട്ട് നമ്മുടെ പല സ്ഥലങ്ങളും കാണുവാൻ സാധിക്കും. എനിക്കൊന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന കാര്യം നമ്മുടെ ഈ കേരളത്തിനകത്തുണ്ട്. കേരളത്തിൽ ഞാൻ അറിയുന്ന 3-4 ചർച്ചകളിൽ ഇപ്പൊ അത് ചെയ്യുന്നു. അത് നല്ലൊരു ആശയം, തീർച്ചയായിട്ടും നല്ല ആശയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ ഈ പിള്ളേർക്ക് നമ്മൾ ഈ ഘോരം പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ, ഈ കടിച്ചാപ്പൊട്ടാത്ത കാര്യങ്ങളൊക്കെ മുതിർന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി, ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ല, മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അവരൊരിക്കലും ഇത് ശ്രദ്ധിക്കുന്നില്ല, അല്ലേ?
നമ്മൾ അവരെ വലുതായിട്ട് പബ്ലിക്കായിട്ട് അവരെ വഴക്ക് പറയുക, പബ്ലിക്കായിട്ട് അല്ലേ. അപ്പം എനിക്കൊന്ന് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പബ്ലിക്കായിട്ട് വഴക്ക് പറയായിരുന്നു. മൈക്കിൽ കൂടെ തന്നെ സഭകൾ വഴക്ക് പറയും, ചിലപ്പം പണിഷ്മെൻറ്റുകൾ തരും, അത് സാക്ഷി പറയാൻ വിലക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ പബ്ലിക്കായിട്ട് ആൾക്കാരെ വഴക്ക് പറയാൻ അങ്ങനെ പോയാൽ അത് ഇനിയുള്ള ജനറേഷൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം പഴയതുപോലത്തെ മെൻ്റൽ എബിലിറ്റി ഇന്നുള്ള ആൾക്കാർക്ക് ഇല്ല. ഇനിയുള്ള ജനറേഷൻ ഇല്ല. ഇപ്പം നമ്മളിപ്പം ക്രിസ്ത്യാനിറ്റി നോക്കാതെ നമ്മൾ സെക്യുലറിലേക്ക് നോക്കുമ്പോൾ തന്നെ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 20 വർഷം മുമ്പ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കും? അങ്ങനെ നമ്മൾ അങ്ങനെ നടന്നിട്ടുമില്ല. പക്ഷെ ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ആത്മഹത്യ ചെയ്യുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കാരണം എന്താണ്? വേറെ വലിയ വിഷയമൊന്നുമില്ല. ടീച്ചർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പപ്പ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ മമ്മി വഴക്ക് പറഞ്ഞു. ഈ കുഞ്ഞു വിഷയത്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ തലമുറകൾക്ക് അവർക്ക് സഹനശേഷിയില്ല. അപ്പം നമ്മൾ അവരെ പബ്ലിക്കായിട്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ ഹറാസ് ചെയ്യുക, അവരെ വഴക്ക് പറയുക, അവരെ അവഗണിക്കുക, പരിഹസിക്കുക, കളിയാക്കുക അല്ലേ. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സഭകൾക്കകത്തുള്ള ഒരു പ്രശ്നം. നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന, അപ്പം ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പാസ്റ്റർ നിന്നിങ്ങനെ വിശ്വാസികളെ കുറ്റം പറയുന്നു, പാസ്റ്റർമാരെ കളിയാക്കുന്നു. അപ്പം ഇത് കേട്ട് ചിരിക്കുകയാണ്. ഇത് കേട്ടങ്ങ് ചിരിക്കുക. അപ്പോൾ ഇത് കേട്ട് ചിരിക്കുവാൻ അല്ലേ, ആരെങ്കിലും ഒരാൾ അങ്ങ് അവഗണിച്ച്, ആരെങ്കിലും ഒരാളെ അങ്ങ് ചവിട്ടി താഴ്ത്തി അതൊരു തമാശ പൂർവ്വം പറയുമ്പോൾ ഇത് കേട്ട് ചിരിക്കാൻ ആളുണ്ട് ഇല്ലേ. പക്ഷെ നമ്മൾ അത് കേട്ട് ചിരിക്കുമ്പോൾ അതിനകത്ത് ആരുടെയും ഹൃദയം മുറിയുവാണ്. തീർച്ചയായിട്ടും അല്ലേ. അപ്പം നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് പൊടിയും തൊട്ടി വീട്ടിൽ പോയി. പക്ഷെ നമ്മൾ പിന്നെ അത് ഓർക്കത്തോലുമില്ല. പക്ഷെ ആ മുറിവേറ്റവൻ ആ മുറിവും കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. നാളെ ഇത് പഴുക്കുമോ, ഇവൻ പിന്മാറ്റത്തിൽ പോകുമോ അല്ലേ, ഇവന്റെ വിശ്വാസ ജീവിതത്തിൽ ചിന്തിക്കുന്നില്ല, ബലഹീനപ്പെടുമോ എന്ന് അറിയത്തില്ല അല്ലേ. അപ്പം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഈ പിള്ളേരെ യൗവനക്കാരെയൊക്കെ താഴ്ത്തിക്കെട്ടി പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിരിച്ച് അതൊരു എന്തോ ഒരു രസം പോലെ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ അതൊക്കെ ചെയ്തെങ്കിലും അന്നത്തെ ആൾക്കാർക്ക് അത്രയ്ക്കുള്ള സഹനശേഷിയുണ്ട് അല്ലേ. അവരൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് കേൾക്കാനായിട്ട് മീറ്റിംഗ് ക്രമീകരിക്കുന്നവരുണ്ട്, ഇത് മാത്രം ഈ രീതിയിൽ മാത്രം പ്രസംഗിക്കുന്നവരുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു കേട്ടോ, ഞങ്ങളൊരു യാത്ര ചെയ്യായിരുന്നു, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യായിരുന്നു. ഞങ്ങൾ ചില പാസ്റ്റർമാർ അല്ല വിശ്വാസികളൊക്കെ ചേർന്നാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പം ഞങ്ങളുടെ കൂടെ വിശ്വാസി അല്ലാത്ത ഒരാളുണ്ടായിരുന്നു, വിശ്വാസിയായിട്ടുള്ള ആളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗം ഇട്ടാണ് എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നത്. ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗമാണ് കാറിലുള്ള സിസ്റ്റത്തിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ചിരിച്ച് അപ്പം ഈ അവിശ്വാസിയായിട്ടുള്ള പുള്ളി വണ്ടി ഇറങ്ങിയാണ് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ഒരു കോമഡി ഷോ കണ്ട ഫീലുണ്ട്. ഒരു പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു കോമഡി ഷോ കണ്ട ഫീലുണ്ട് അല്ലേ. അപ്പം നമ്മുടെ സത്യത്തിൽ നമ്മൾ ചിരിച്ചു, പക്ഷെ അതിനകത്ത് മുറിവേറ്റവരുണ്ട്. അത് ആരെയൊക്കെയോ ചിലപ്പം പറഞ്ഞതായിരിക്കാം, അല്ല ചിലപ്പോൾ അല്ലാതെ കോമൺ ആയിട്ട് പറഞ്ഞായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരിക്കലും അടുത്തൊരു ജനറേഷന് വളർത്തുകയല്ല ചെയ്യുന്നത്, തളർത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തളർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഇപ്പം നമുക്കിപ്പം ചില ആൾക്കാരുണ്ട്, ചില അപ്പച്ചന്മാരുണ്ട്, അവരെ പോലെ ആകണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിള്ളേരെല്ലാവരും ആരെ പോലെയാണ്, അപ്പച്ചനെ പോലെ എന്ത് ചെയ്യണം, ആകണം. അല്ല അപ്പച്ചൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ ആത്മീയമല്ല, അപ്പച്ചനെ പോലെ വെള്ളമുണ്ടും വെള്ള ജുബ്ബായും അപ്പച്ചനെ പോലെ തലയിൽ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ പറ്റ വെട്ടി അല്ലേ, അങ്ങനെയൊക്കെ ആകണമെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരിക്കലും പിള്ളേര് അല്ലേ, അവരുടെ നമ്മൾ വേദപുസ്തകത്തിന് അടിസ്ഥാനമായിട്ട് മാന്യമായ വസ്ത്രമേ ധരിക്കാവൂ. അതൊരു ഭാഗത്തുള്ളപ്പോൾ തന്നെ മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴഞ്ചൻ മോഡൽ ധരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഞാൻ മനസ്സിലാക്കിയതോളം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിന്
നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ആ ഒരു യോഗ്യമായ വസ്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ പണ്ട് സഭകൾക്കകത്ത് നമ്മൾ ഇപ്പം പല കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കാലഘട്ടത്തിൽ പാൻറ് ഇടുന്നവർക്ക് കത്രമേശ കൊടുക്കാത്ത കാലം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. ചുരിദാർ ഇടുന്നവർക്ക് പണ്ട് കത്രമേശ കൊടുക്കാത്ത സഭകളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും സഭകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വചനവിരുദ്ധമായിട്ടുള്ള, അല്ലേ, ഉപദേശങ്ങൾ ഇത് ഒരിക്കലും സഭ തലമുറകളെ വളർത്തുകയാണ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതിന് പ്രസക്തി ഇല്ലാതാവും. പക്ഷെ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ എന്ത് ചെയ്യും? അതെ, നമ്മൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം, അത് ബൈബിളിലുണ്ട്. തീർച്ചയായിട്ടും അത് അത് നിൽക്കുമ്പോൾ തന്നെ വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ, അതൊരു ഉപദേശമായിട്ട് എടുത്തുകൊണ്ട്, അല്ലേ, അവരുടെ ചിലരുടെ തോന്നലുകളും ചിലരുടെ ചിന്തകളും ഉപദേശമാക്കി മാറ്റുന്നത് തെറ്റാണ്. അതെ. പിന്നെ നമ്മൾ യൂറോപ്പിലെ സഭകളെയൊക്കെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ പഴയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റർ അല്ലെങ്കിൽ നമ്മളെ ലീഡർഷിപ്പിലുള്ള ഒരു വ്യക്തി അയാൾ എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. അതാണ് ഒരു പഴയ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. പക്ഷെ ഇന്നത്തെ ജനറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിതിനെ ചകഞ്ഞ് പരിശോധിക്കും. അപ്പോഴേ തന്നെ ഗൂഗിളിൽ കയറി അതെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മൊബൈൽ എടുത്ത് കുത്തി ശരിയാണോ എന്ന് അവരെന്ത് ചെയ്യും? ചില സംഭവങ്ങൾ വർഷങ്ങൾ പറയുമ്പോഴൊക്കെ ഇതിന് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനാണ് പറയുന്നതൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഈ പണ്ടത്തെ ഒരു സാധനമുണ്ട്, അല്ലേ, തിരുവാക്കി എതിർവായില്ല എന്ന് പറയും, അല്ലേ, എന്ന് വെച്ചാൽ രാജാവ് എന്ത് പറഞ്ഞോ അതിന് മണ്ടത്തരമാണെങ്കിൽ അതെന്ത് ചെയ്തോണം, അല്ലേ. അതാണ് നമ്മുടെ സഭകൾക്കകത്തുണ്ടായിരുന്നത്. ഇനി പുൽപ്പറ്റിയിൽ നിന്ന് പറയുന്ന ആള് പറയുന്നത് മണ്ടത്തനമാണെങ്കിലും അത് കേട്ടോണ്ട് പോകണം. അയാളെ വചനവിരുദ്ധമായിട്ടുള്ളതായിരിക്കും പറയുന്നത്, അല്ലേ. പക്ഷെ അതിന്റെ കൂടെ കുറച്ച് സ്വത്തോ ഹല്ലേലിയോ കൂടെ പറഞ്ഞാൽ അത് ബൈബിളിലുള്ളതാണ് അവിടെ. അപ്പോൾ അങ്ങനെ, പക്ഷെ ഇന്നത്തെ തലമുറകൾ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവരത് പഠിക്കുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ വിചാരം ഇവരാരും ബൈബിൾ വായിക്കില്ല, ഇവരാരും ഇതൊന്നും ചിന്തിക്കുന്നില്ലെന്നാണ് ചിന്ത. പക്ഷെ ഇവർ വളരെ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ തലമുറ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവരിങ്ങനെ പഠിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ പതുക്കെ പലതിൽ നിന്നും പുറകിലോട്ട് പോകും. അല്ല, നമ്മൾ തന്നെ ചില ആൾക്കാർ പറയും രാത്രി മാത്രമേ കത്രമേശ കൊടുക്കാവൂ, പകൽ എന്ത് ചെയ്യാൻ പാടില്ല, കത്രമേശ കൊടുക്കാൻ പാടില്ല. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, അല്ല. രാത്രി വേണമെങ്കിലും കൊടുക്കാം, ചെയ്യും. അതെ. അപ്പോൾ രാവിലെ വേണമെങ്കിലും കൊടുക്കാം, രാത്രി വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം രാത്രിയാണോ കൊടുക്കാൻ സൗകര്യമാണെങ്കിൽ താല്പര്യം. ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് രാത്രിയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ രാത്രി ചെയ്യാം, പക്ഷെ രാത്രിയേ ചെയ്യാവൂ എന്ന് പറയാൻ പാടില്ല. അതെ. ഈ നമ്മുടെ ഈ ആൾക്കാരുടെ പ്രശ്നം അവരുടെ ഇഷ്ടങ്ങൾ അവരൊരു ഉപദേശം, അവർക്ക് രാത്രി വരണതാണ് താല്പര്യം എങ്കിൽ രാത്രിയോ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരതുണ്ടാക്കി മാറ്റി അതൊരു ഉപദേശമാക്കി, അല്ലേ. ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ചർച്ചിൽ ഇരുന്നപ്പോഴത്തേക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസം, അതായത് അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയാണ് പറയുന്നത്, നമ്മുടെ ഉപവാസപ്രദത്തിൻ്റെ അവസാന ദിവസം ഞായറാഴ്ച നമുക്കിവിടെ തിരുമേശ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ചർച്ചിലെ ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, തിരുമേശയാണെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, തിരുവത്താഴമാണെങ്കിൽ എടുക്കാം. അതായത് തിരുമേശ എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ആരാധനയോടൊപ്പം ചേർന്നിട്ടുള്ളൊരു ഇതും, പിന്നെ തിരുവത്താഴമാണെങ്കിൽ രാത്രി എടുക്കുന്നതാണ്. അപ്പം തിരുമേശയാണെങ്കിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, മനസ്സിലായി. അപ്പം അത് ഏത് സമയത്തെന്നുള്ളത് പുള്ളി കൺസിഡർ ചെയ്യുന്നുണ്ട്. രാത്രിയാണെങ്കിൽ ഓക്കെ, അത് നമ്മളൊരു ഉപദേശമായി ഞാൻ അംഗീകരിച്ചുകൊണ്ട് എന്താണ് ഞങ്ങൾ ഫോളോ ചെയ്ത് വന്ന സിസ്റ്റം, അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. ഞങ്ങൾ ഫോളോ ചെയ്ത സിസ്റ്റം രാത്രിയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതാണെങ്കിൽ ഓക്കെ, മറ്റാണെങ്കിൽ ഞാൻ സഹകരിക്കത്തില്ല. പക്ഷെ തിരുവചനം പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുമെന്ന്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരിതിനെ അടുത്ത ജനറേഷനിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഞങ്ങൾ ഇതുവരെ രാത്രിയാണ് എടുത്തത്, ഞങ്ങളിട്ട് അടിസ്ഥാനം അതിനകത്ത് തന്നെ നിൽക്കണം ഇല്ലേ പറയുക. പക്ഷേ അങ്ങനെ നിൽക്കുന്നവരല്ല തലമുറകൾ. അപ്പം ഇങ്ങനെയുള്ള വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ. അപ്പം നമ്മൾ പറയുക ഞങ്ങൾ കൊണ്ടുവന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ. ഇപ്പം നമ്മൾ തന്നെ പണ്ട് കേൾക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു വെള്ളിയും ശനിയും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മാത്രമേ കത്രമേശ കൊടുക്കൂ. അങ്ങനെയൊക്കെയുള്ള ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റുമില്ല. അതെ, ബൈബിളിൽ അങ്ങനെ ഒരു ഉപദേശത്തിൽ ഇല്ല. അപ്പോൾ ഇത് ചിലരതങ്ങ് നിർബന്ധമാക്കി.
അപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പലരും. അതെ, അപ്പോൾ പലരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന യൗവനക്കാർ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ ഇവർക്ക് ശനിയും വെള്ളിയും ലീവ് കൊടുക്കത്തില്ല കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഇവർ കത്രമേശ എല്ലാവരും എടുക്കുമ്പോൾ ഇവർ കത്രമേശയെന്ന് മാറി നിൽക്കണം. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അത് ഇവർക്ക് ഒരു മുറിവായിട്ട് ഫീൽ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സഭകൾ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ബൈബിൾ അടിസ്ഥാനം ഇല്ലാതിരിക്കെ. അതെ, അതാണ് മാറിയിരിക്കേണ്ടി അല്ലേ? പക്ഷെ ഇവർ അതിനും ബാക്യം കൊണ്ടുവരും. ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാത്തിനും ബാക്കിയുണ്ട്. ഒരു വാക്യമല്ല, ഒരു 4-5 വാക്യം എന്ത് ചെയ്യും പറയും, തെറ്റായി വ്യാഖ്യാനിച്ചു. അല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ സഭകൾക്കകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ സഭകൾക്കകത്തുനിന്ന് തലമുറകൾ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ പരിഗണിക്കാൻ തുടങ്ങണം. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യത നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അവർക്ക് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഞാൻ ചിലയിടത്തു നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പം പിള്ളേർക്കും യൗവനക്കാർക്കൊന്നും എന്ത് കൊടുക്കത്തില്ല, ഒരു വിലയും ഇല്ല. അവർക്ക് ഒരു വില, അവൻ പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, പക്ഷെ അവന് ജോലി കിട്ടിയാൽ പിന്നെ അവന് ഭയങ്കര വിലയാണ്. അവൻ ഗൾഫിൽ പോയാൽ പിന്നെ അവൻ ദൈവതുല്യനാണ്. എന്താ കാര്യം എന്നറിയാമോ? പിന്നെ അവൻ്റെ ദശാംശം അല്ലേ? ഇത് കേൾക്കുന്നതിന് വേണമെന്ന് അറിയത്തില്ല, എന്നാലും അതാണ് സത്യം. അതെ, അല്ലെ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇവൻ പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇവനൊരു ജോലി കിട്ടിയാൽ പിന്നെ ഇവൻ പള്ളിയിൽ വേണമെങ്കിൽ പള്ളിയിലെ ഫ്രണ്ടിൽ ഇവൻ്റെ ഒരു ഫ്ലെക്സ് കൂടെ അടിച്ചു വയ്ക്കും. അതാണ് ഇന്നത്തെ പ്രശ്നം. അല്ലേ? പക്ഷെ പിന്നെ പിള്ളേരെ നോക്കത്തില്ല, അവർക്ക് ദശാംശമില്ലല്ലോ. യോജിക്കാത്ത പിള്ളേരല്ലേ, കോളേജിൽ പോകുന്ന പിള്ളേർ, ഇവർക്ക് വിഷയമില്ല. കിടക്കി ഇവർ ദശാംശം കൊടുക്കുന്നില്ലല്ലോ അല്ലേ? ഇവർക്ക് ജോലി കിട്ടിയാലേ വിലയുള്ളൂ അല്ലേ? സത്യമാണ്, അങ്ങനെ ഒരു കണ്ടീഷനാണ്. അതെ, നമ്മുടെ പല സഭകൾക്കകത്തും അതുണ്ട് അല്ലേ? ജോലി പ്രത്യേകിച്ച് പിന്നെ അവൻ അമേരിക്കയിലൊക്കെ പോയാൽ പിന്നെ അവനാണ് എല്ലാ ഞായറാഴ്ചയും അവനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിരിക്കും. അതുവരെ ചവിട്ടിത്താത്തി ഇട്ടിരുന്നവരാണ്, പക്ഷെ അവൻ അമേരിക്ക കിട്ടിയ പിന്നെ അവനാണ് പള്ളിയിലെല്ലാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ പലരും പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇനി സഭാ നേതൃത്വങ്ങൾ രാഷ്ട്രീയവും അതുപോലുള്ള ഭിന്നമായ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട്, വർഗീയതയൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഈ കാര്യങ്ങളിൽ അടുത്ത തലമുറകളെ അംഗീകരിച്ച് അവരെ കൂടെ പിടിച്ച് അല്ലേ? നമ്മൾ ഈ ഒരു മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അമാലിക്ക് യുദ്ധം ചെയ്യുമ്പോൾ മോശ കൈപൊക്കി നിൽക്കുക പർവ്വതത്തിൽ അല്ലേ? കുറേ കഴിഞ്ഞപ്പോൾ മോശയുടെ കൈ എന്ത് ചെയ്യാൻ തുടങ്ങി, തളർന്നു അല്ലേ? അടുത്ത് അവിടെ അഹരോനും ഹൂരും വന്ന് എന്ത് ചെയ്യുകയാണ്, താങ്ങി കൊടുക്കുകയാണ് അല്ലേ? അതെ 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 അതെ. അത് നമ്മൾ പല ഭാഗങ്ങളും വേദപുസ്തകം പഠിക്കുമ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് നമുക്ക് കാണാം അല്ലേ? ഒരു അടുത്തൊരു ജനറേഷൻ അല്ലേ? അടുത്തൊരു ജനറേഷൻ അല്ലേ? അപ്പന് കഴിയാത്തത് മക്കളിലൂടെ അല്ലേ? ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ ആലയം പണിയണ്ട. ദാവീദ് തകർന്നൊരു വിഷയം, കാരണം ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യഹോവയ്ക്ക് വേണ്ടി അതെ ആലയം പണിയണം. ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണ്ട, പണിയണ്ട. ദാവീദ് തകർന്നൊരു സമയമാണ്. പക്ഷെ ഉടനെ ദൈവം അടുത്തൊരു കാര്യം പറയണ്, പക്ഷെ നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ പണിയിക്കും അല്ലെ? അത് ദൈവം ചെയ്തു, തലമുറയെ കൊണ്ട് ദൈവം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരനുഭവം. പിന്നെ ഇന്നത്തെ വേറൊരു ഞാൻ കണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രായമുള്ള ഏജ്ഡായിട്ടുള്ള പാസ്റ്റേഴ്സ് പലരും അവർക്ക് ഒരു സഭാ ശുശ്രൂഷ അവർക്ക് കഴിയാത്തൊരു കണ്ടീഷൻ വന്നാൽ പോലും എന്ത് ചെയ്യുന്നില്ല, സഭാ ശുശ്രൂഷയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കാൻ തയ്യാറാകുന്നില്ല. പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ അവസരം ഒരുക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ തയ്യാറാകുന്നു. അവരുടെ അവസാനം വരെയും എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ മരിച്ചു മാറുന്ന ഒരു കണ്ടീഷനിലാണ് പല സഭകളും പൊളിയാനത് കാരണമാണ്. ഇപ്പോൾ 75 വയസ്സുള്ള ഒരു പാസ്റ്ററിന്റെ മാനസിക അവസ്ഥയല്ല അവിടെ വരുന്നൊരു യൂത്തിന്. മനസ്സിലല്ലേ? അവരുടെ ആരാധന, അവർ ആഗ്രഹിക്കുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രസംഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, അവർ ആഗ്രഹിക്കുന്ന ഫീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആരാധന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പുതിയൊരു തലമുറ ശുശ്രൂഷകർക്ക് അവസരങ്ങളും പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ യങ്ങായിട്ടുള്ള പ്രായത്തിൽ ലഭിക്കേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. നമുക്ക് വേലസ്ഥലം ഒരുപാടുണ്ട്, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഒരു നാണയത്തിന്റെ 2 വശങ്ങളെന്ന് പറയുന്നത് പോലെ, ഒന്ന് നമ്മുടെ ഈ സഭയ്ക്കകത്ത് മുരടിപ്പിന് അത് കാരണമായി തീരുന്നത്, 2
പല കർത്താവിന്റെ ദാസന്മാരുടെയും അവസരങ്ങൾ, അല്ലെങ്കിൽ യൂത്തായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന കർത്താദാസന്മാരുടെ അവസരങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നു. അല്ല, അത് ഈ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലെ സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ പല സഭകളിലും അവിടെ ഒരു പ്രായമുള്ള പാസ്റ്ററും കാണും, അവിടെ അടുത്തതോ അസിസ്റ്റന്റ് അല്ല, യൂത്ത് പാസ്റ്ററുണ്ട്. അല്ലേ, ഒരു യൗവനക്കാരനെ ആ സഭയിൽ പാസ്റ്ററാക്കും. അപ്പൊ ഈ യൗവനക്കാർ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ യൂത്ത് പാസ്റ്ററാണ്. അത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും അതിനെതിരാണ്. അല്ലേ, ഒരു യൗവനക്കാരന് മാത്രമേ യൗവനക്കാരുടെ ഫീലിങ്സ് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ പോലെ ഒരു 70-75 വയസ്സുള്ള ഒരു പാസ്റ്ററിന് ഒരിക്കലും 18 വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് അവരുടെ ടെക്നോളജി, അവരെങ്ങനെ പോകുന്നു, അവരുപയോഗിക്കുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിൻ്റെ പരിപാടികളൊന്നും ഇവർക്ക് അറിയത്തില്ല. അല്ലേ അല്ലേ, അപ്പോൾ അവരുടെ സ്പന്ദനമല്ല. അതെ 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 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു യൂത്ത് പാസ്റ്റ് ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, ഒരു യൗവനക്കാരനായ ഒരു സുവിശേഷകനുണ്ടെങ്കിൽ, ഈ യൗവനക്കാരെ കൂടി അവർക്ക് പരിപാലിച്ച് അതൊരു വലിയ ആശയമാണ്, വലിയ ചിന്തയാണ്. ഒരു സഭയ്ക്കകത്ത് ഒരു യൂത്ത് പാസ്റ്റർ, അതൊരു വലിയ ചിന്തയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ യൗവനക്കാരെ പരിഗണിക്കുവാനും, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രായമുള്ള പാസ്റ്റർമാർക്ക് ഈ പിള്ളേരുടെ പിറകെ നടക്കാൻ, അവർ എന്തോ സ്റ്റാറ്റസ് ഇട്ടെന്ന് നോക്കാനൊന്നും സമയമില്ല. അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട ഉപദേശങ്ങൾ നൽകാനായിട്ട് ചിലപ്പോൾ നീതില്ല, കഴിയാതെ അവരുടെ അറിവില്ലായ്മ എന്നല്ല, ആ ഒരു തലമുറയിലോട്ട് അവർ എത്തിപ്പെടാനായിട്ട് പാടാതെ. അതെ, ഒന്ന് ഇപ്പം നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ 18 വയസ്സായി 15 വയസ്സായി പിള്ളേർ 75 വയസ്സായി അപ്പച്ചൻ്റെ അടുത്ത് പോയി ഇരിക്കത്തില്ല. തീർച്ചയായിട്ടും. അല്ലേ, അപ്പോൾ ഒരു യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ കഴിയും, ഇടയിലേക്ക് റീച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാണ്. അപ്പം ഇനി നമ്മുടെ സഭകൾക്കകത്ത് ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. കാരണം യൗവനക്കാരെ കൂടി ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. അല്ലേ, യൗവനക്കാരെ കൂടി ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. അല്ലേ, പിന്നെ ഈ നമ്മുടെ ഈ അധികാരമോഹവും കസാരമോഹവും ഒക്കെ വലിയൊരു പ്രശ്നമാണ്, എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ്. അല്ലേ, പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴായിരിക്കും ഒരു നല്ല സഭ കിട്ടിയത്, അവരെ നല്ല സമയത്ത് അവർക്ക് നല്ലൊരു സഭ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. ചിലപ്പോൾ ഈ ഇപ്പോഴായിരിക്കും ഒരു സഭ കിട്ടിയത്, അതുകൊണ്ട് അവരൊരിക്കലും എന്ത് ചെയ്യില്ല, മാറും. അപ്പോൾ നമുക്കറിയാം ഒത്തിരി സഭകൾക്കകത്ത്, അല്ലേ, ഇത് രഹസ്യമാണെങ്കിൽ അത് പരസ്യമാണ്. അല്ലേ, ഒത്തിരി സഭകൾക്കകത്ത് ഒത്തിരി വിഷയങ്ങളാണ്, ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒത്തിരി. അല്ലേ, നമ്മൾ ഈ പല സഭകളും പോകുമ്പോഴും ഇന്ന് ഫ്രണ്ടിലെ പായും ഫ്രണ്ടിലെ കസേര ഒഴിഞ്ഞു കിടക്കുക. അല്ലേ, ഇന്ന് ഫ്രണ്ടിലിടുന്ന പായയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കസേര കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന പുതിയ തലമുറകളൊക്കെയും പ്രായം ചെന്ന് ബാക്കിലോട്ട് കസേരയിലോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കാൻ ആളില്ല. ഇല്ല, മനസ്സിലായില്ലേ, അവരുടെ തലമുറകളൊന്നും ഫ്രണ്ടിൽ ഇരിക്കേണ്ട കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല, യൂത്ത് ഇല്ല. മനസ്സിലായി, അവരെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ ചിന്തയാണ്. ഈ പലരും പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഇവരിൽ എത്ര പേര് സഭകളിൽ പോകുന്നുണ്ട്, ആത്മീയ അനുഭവം എത്ര പേർക്കുണ്ട്, അതൊരു വലിയ വിഷയമാണ്. നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പലയിടത്തും പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട്. ഈ പോകുന്ന പിള്ളേർ എത്ര പേര് സഭാരാധനയ്ക്ക് പോകുന്നുണ്ട്, അവിടെ സഭകളുണ്ടല്ലോ, എത്ര പേര് സഭാരാധനകൾക്ക് പോകുന്നുണ്ട്, എത്ര പേർക്ക് ആത്മീയ അനുഭവം ഉണ്ട്. അല്ലേ, കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയാനൊരിടയായി തീർന്നു. തൻ്റെ മകള് സഭാരാധനയ്ക്ക് പോലും, ഒരു വിദേശ രാജ്യത്താണ്, ഒരു പ്രദേശത്താണ്, അവർ സഭാരാധനയ്ക്ക് പോലും കൃത്യമായിട്ട് കടന്നു പോകുന്നില്ല എന്ന് അദ്ദേഹം നമ്മുടെ ഒരു പാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗിൽ പറയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവരോട് ചോദിക്കും, നീ ചർച്ചയിൽ പോയെന്ന് ചോദിച്ചപ്പം ആ മകള് പറയുകയാണ്, പപ്പയ്ക്ക് എപ്പോഴും ഈ കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ പ്രാർത്ഥിക്കാൻ കൂടിയാണ് പറഞ്ഞത്. പറയാണ്, പപ്പയ്ക്ക് എപ്പോഴും ഈ കാര്യം മാത്രമേ എന്നോട് പറയാനുള്ളൂ. അത് കൊച്ചുകുട്ടിയൊന്നുമല്ല, തീരെ കുഞ്ഞുകുട്ടിയോ അല്ലെങ്കിൽ ഇപ്പം പഠിക്കാനായിട്ട് പോയ കോളേജ് പ്രായമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ അധികം പ്രായം ഒരു 30 വയസ്സ് 35 വയസ്സൊക്കെ അതിനുള്ളിലുള്ള ആളാണ്. മനസ്സിലായി, അത് പലപ്പോഴും ഈ ഇവരുടെ ചെറിയ പ്രായത്തിലുണ്ടായ മുറിവുകളും ആയിരിക്കാം. അല്ലേ, ഇപ്പം ചെറിയ പ്രായത്തിലുണ്ടായ പലതും ഇവിടെ അകത്ത് കിടക്കുക. അത് മാത്രമല്ല, അവര് യഥാർത്ഥമായി ചിലപ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പനപ്പന്മാരായിട്ട് പള്ളി വന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും സഭാരാധന മുടക്കത്തില്ല. യഥാർത്ഥമായി യേശുവിനെ അറിഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉള്ള വ്യക്തി ഒരിക്കലും സഭാരാധന തീർച്ചയായിട്ടും. അതെ, അപ്പം ഇനിയെങ്കിലും നമ്മുടെ സഭകൾക്കകത്ത് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു 20-30 വർഷം കഴിയുമ്പോൾ നമ്മുടെ പള്ളികളൊക്കെ കാലിയാകും, പള്ളികളൊക്കെ പൂട്ടേണ്ടി വരും. അല്ലേ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒന്നാമത് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോപ്പുലേഷൻ കുറവാണ്. അല്ലേ,
അതിൻ്റെ കൂടെ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അല്ലെ ഈ നമ്മുടെ സാധാരണ പറയുന്നത് പ്രസവിക്കുന്നതും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് മാത്രമാണെന്ന് നമ്മുടെ സഭകൾക്കകത്ത് ആൾ രക്ഷിക്കപ്പെട്ട് വരുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നമ്മുടെ സഭകൾക്കകത്ത് രക്ഷിക്കപ്പെട്ട് വരുന്നവർ കുറവാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്തുള്ള സഭകളിലൊക്കെ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ വരികയാണ്. ഇന്നങ്ങനെയൊന്നുമില്ല. അപ്പം ഇനി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പള്ളികളൊക്കെ കാര്യമാകും അല്ലേ. കുറേ പേര് മൈഗ്രേറ്റ് വന്ന് പോപ്പുലേഷൻ കുറവ്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പുതിയ ആൾക്കാർ വരുന്നില്ല, ഉള്ളവരും കൂടെ നമ്മൾ പോയാൽ പിന്നെ സഭകൾ എന്ത് ചെയ്യും, കാര്യമാകും. അപ്പോൾ ഈ ഒരു വിഷയം ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണുകയും വളരെ ശ്രദ്ധയോടെ തന്നെ അത് എടുക്കുകയും പ്രത്യേകിച്ച് സഭാ നേതൃത്വങ്ങൾ അതിനകത്ത് ഉള്ള ഗൈഡൻസ് കൊടുക്കുകയും സഭകളൊക്കെ ആ രീതിയിലേക്ക് അതൊരു പ്രത്യേക വിഷയമായിട്ട് അത് പരിഗണിക്കണം അല്ലേ. സഭാ നേതാക്കള് അത് ഏതൊരു സംഘടന ആയിക്കോട്ടെ, സഭാ നേതാക്കള് നമ്മുടെ ഈ ലോക്കൽ ചർച്ച് പാസ്റ്റേഴ്സ് മുതൽ അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഓവർസിയർ ആയിരിക്കുന്ന വ്യക്തി വരെ ഇതിനൊരു പരിഗണന കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവം നിലവിലുണ്ടെന്നുള്ളത് അംഗീകരിക്കുകയും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും കുട്ടികളുടെ ഇടയിൽ ഇറങ്ങണം, യൗവനക്കാരുടെ ഇടയിൽ ഇവർ ഇറങ്ങണം. ഇവർ ഈ അങ്ങ് മോൾ തട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം അല്ലേ. ഇപ്പം ഞാൻ വലിയ പാസ്റ്ററാണ് അല്ലെ ഞാൻ വലിയ ലീഡറാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നത് വിട്ടിട്ട് താഴെ യൗവനക്കാരുടെ ഇടയിലൂടെ ഇവർ ഇറങ്ങി അവരുടെ പൾസ് മനസ്സിലാക്കി ആ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം, ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം അനേകം വിഷയങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ക്രിസ്തീയ സമൂഹത്തിനിടയ്ക്ക് അനേകം വിഷയങ്ങളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട അനേകം വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു പുതിയൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരാം. അതുപോലെ തന്നെ ഈ കാണുന്ന പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സഭകളിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നോ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ കാണുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വരുന്ന ക്രിസ്ത്യൻ ഗാരേജിൻ്റെ എപ്പിസോഡുകളിൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം.